എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ കുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീ മഹാഭാഗവതം മൂലകൃതിയുടെ കഥ കേൾക്കുന്നതിന് എല്ലാവർക്കും സ്വാഗതം. ഓം ഹരിശ്രീ ഗണപതയെ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ പ്രഥമോധ്യായഃ. ഒന്നാം അധ്യായം. ശ്രീ പത്മപുരാണ ഉത്തരഖണ്ഡത്തിലെ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം ഭക്തി നാരദ സമാഗമം എന്നു പേരായ ഒന്നാം അധ്യായമാണ്. നാരക സനകാദി സംവാദമാണ്. സച്ചിദാനന്ദ സ്വരൂപനും വിശ്വത്തിൻ്റെ ഉൽപ്പത്തി മുതലായവയുടെ കാരണഭൂതനും ആധ്യാത്മികവും ആദി ദൈവികവും ആദി ഭൗതികവുമായ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ നമസ്കരിക്കുന്നു. ഉപനയനം കഴിക്കാതെയും കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതെയും സന്യാസം സ്വീകരിച്ച സ്വന്തം പുത്രനായ ശ്രീശുകനെ പിതാവായ വ്യാസൻ വിരഹവേദനയോടെ പുത്ര എന്ന് വിളിച്ചപ്പോൾ ഉത്തരം നൽകിയത് സമീപത്തുള്ള വൃക്ഷങ്ങളും മറ്റുമായിരുന്നു. അങ്ങനെ സകല ചരാചരങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നതാണ് സ്വന്തം ആത്മാവെന്ന് കാണിച്ചു കൊടുത്ത ശ്രീശുക ബ്രഹ്മർഷിയെ ഞാനിതാ നമസ്കരിക്കുന്നു. നൈമിശാരണ്യത്തിലെ ദീർഘസത്രത്തിലേക്ക് വന്നു ചേർന്ന മഹാമതിയായ സൂതനെ സ്വീകരിച്ചിരുത്തി കഥാമൃതരസത്തെ ആസ്വദിക്കുന്നതിൽ സമർത്ഥനായ ശൗനക മഹർഷി ചോദിക്കുകയാണ്, അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കാൻ പോന്ന കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയ അല്ലയോ സൂത, അവിടുന്ന് എൻ്റെ കാതുകൾക്ക് ആനന്ദം പകരുന്ന കഥാരസത്തെ പറഞ്ഞാലും. ഹേ സൂത, വൈഷ്ണവർ എപ്രകാരമാണ് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ കൊണ്ട് വിവേകത്തെ വർദ്ധിപ്പിക്കുകയും മായാമോഹത്തെ നിരസിക്കുകയും ചെയ്യുന്നത്? ഈ ഘോരമായ കലിയുഗത്തിൽ ജീവൻ പ്രായേണ ആസുരിക സ്വഭാവത്തോടുകൂടിയതായിത്തീരുന്നു. അങ്ങനെ ക്ലേശിക്കുന്ന ജീവനെ ഉദ്ധരിക്കാൻ എന്തുപായമാണുള്ളത്? ശ്രേയസ്കരമായിട്ടുള്ളതിൽ വെച്ച് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തൃപ്പാദങ്ങളെ പ്രാപിക്കുന്നതിനുള്ള ശാശ്വതമായ മാർഗം ഏതാണ്? ചിന്താമണി ഇഹലോക സൗഖ്യത്തെയും ഇന്ദ്രൻ സ്വർഗസുഖത്തെയും നൽകുന്നു. എന്നാൽ ഗുരു പ്രസാദിച്ചാൽ യോഗികൾക്ക് പോലും ദുർലഭമായ വൈകുണ്ഠത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപായം പറഞ്ഞു തരുന്നു. ഇവിടെ ചിന്താമണി എന്നതൊരു വ്യക്തിയുടെ പേരല്ല, അതൊരു സങ്കല്പം മാത്രമാണ്. ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ഒരമൂല്യ രത്നം. ചില കഥകളിലോ കാവ്യങ്ങളിലോ ചിന്താമണി എന്നു പേരുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായെന്നു വരാം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിൽ അതൊരു രത്നത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിതിലെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. സൂതൻ ആരാണെന്ന് ആദ്യം പരിചയപ്പെടാം. സൂതൻ എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, മറിച്ച് പുരാതന ഭാരതത്തിലെ ഒരു പ്രത്യേക ജാതിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. മഹാഭാരതത്തിലും മഹാഭാഗവതത്തിലും കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളായാണ് അവരെ കാണുന്നത്. പ്രധാന കഥാകാരനായി പറയുന്നത് ഉഗ്രശ്രവസിനെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ലോമഹർഷണനും വ്യാസനിൽ നിന്ന് പുരാണങ്ങളൊക്കെ പഠിച്ച ആളായിരുന്നു. പിന്നെ മഹാഭാരതത്തിലെ സഞ്ജയനെയും സൂതനായി കണക്കാക്കാറുണ്ട്. പുരാതന കാലത്ത് സമ്മിശ്ര ജാതിയായിട്ടാണ് സൂതന്മാരെ കണക്കാക്കിയിരുന്നത്. ഒരു ക്ഷത്രിയ അച്ഛന് ബ്രാഹ്മണ അമ്മയ്ക്കും ജനിക്കുന്ന മക്കളായാണ് മനുസ്മൃതിയിൽ സൂതന്മാരെക്കുറിച്ച് പറയുന്നത്. ഇവർക്ക് പ്രധാനമായും 2 ജോലികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, രഥം ഓടിക്കുക. രാജാക്കന്മാരുടെ യാത്രകളിലും യുദ്ധങ്ങളിലും മറ്റും. 2, പുരാണങ്ങളും കഥകളും മറ്റും പറഞ്ഞു കൊടുക്കുക. അതായത് കഥാകാരന്മാർ. മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളെല്ലാം നമ്മിലേക്ക് എത്തിച്ചത് ഇവരാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇവർക്ക് നല്ല ബഹുമാനവും ഉണ്ടായിരുന്നു. ഇനി ശൗനകനെ പരിചയപ്പെടാം. ശൗനകൻ ഒരു മഹർഷിയായിരുന്നു. നൈമിശാരണ്യത്തിൽ യാഗം നടത്തിയിരുന്ന ഋഷിമാരുടെ തലവനായിരുന്നു അദ്ദേഹം. സൂതനായ ഉഗ്രശ്രവസിൽ നിന്ന് അദ്ദേഹം മഹാഭാരതം കഥ കേട്ടു. അറിവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കേമനായിരുന്നു. ഒട്ടേറെ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. വിശാലമായ നൈമിശാരണ്യത്തിൽ 10,000 ശിഷ്യർക്ക്
അറിവ് പകർന്നു കൊടുത്ത കുലപതിയായിരുന്നു ശൗനകൻ. വേദങ്ങളെ ലഘൂകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഭൃഗുവംശത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരമ്പരയിലെ മറ്റുള്ളവരും വലിയ പണ്ഡിതന്മാരായിരുന്നു. അദ്ദേഹം പല വേദശാഖകളെയും ഒരുമിപ്പിച്ച് ചേർക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വ്യാസൻ തുടങ്ങിയ മഹർഷിമാരുമായും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. ശൗനകൻ വേദപഠനത്തിന് വലിയ സംഭാവനകൾ നൽകിയ മഹാനാണ്. അദ്ദേഹം ഋഗ്വേദത്തിന് പ്രാതിശാഖ്യം എന്നൊക്കെ പറയുന്ന വ്യാകരണ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ കാത്യായനനും അശ്വലായനനും പിൽക്കാലത്ത് വലിയ ആചാര്യന്മാരായി തീർന്നു. ഇനി അടുത്തത് സനകാദി മഹർഷിമാരെയാണ് പരിചയപ്പെടുന്നത്. സനകാദി മഹർഷിമാർ എന്നറിയപ്പെടുന്നത് 4 ജ്ഞാനികളായ മഹർഷിമാരെയാണ്. സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ എന്നിവരാണവർ. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. എപ്പോഴും യുവത്വം നിലനിർത്തുന്ന അറിവിൻ്റെ പ്രതീകങ്ങളായാണ് ഇവരെ പുരാണങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി കഥയിലേക്ക് വരാം. ശൗനക മഹർഷി ചോദിച്ച ചോദ്യങ്ങൾക്ക് സൂതൻ മറുപടി പറയുകയാണ്. അല്ലയോ ശൗനക മഹർഷേ, അങ്ങേക്ക് സൽക്കഥ കേൾക്കുവാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് സർവസിദ്ധാന്തങ്ങളുടെയും സാരവും സംസാരത്തെ ഇല്ലാതാക്കുന്നതും ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതും കൃഷ്ണപ്രീതിക്ക് ഉപയുക്തവുമായതിനെ എന്താണെന്ന് ചിന്തിച്ച് ഞാൻ അങ്ങയോട് പറയാം. കാലമാകുന്ന സർപ്പത്തിൻ്റെ വിഷജ്വാലയിൽ നിന്ന് കലിയുഗത്തിലെ ജനങ്ങളെ മോചിപ്പിക്കുന്നതിനായി ശ്രീശുക മഹർഷി ഭാഗവതം പറഞ്ഞിരിക്കുന്നു. മനഃശുദ്ധിക്ക് ഇതിൽ പരമായി ഒന്നും തന്നെയില്ല. ജന്മാന്തര പുണ്യം കൊണ്ട് മാത്രമേ ഭാഗവത ശ്രവണത്തിനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ. മുൻപ് ശ്രീശുകൻ ഈ കഥ പരീക്ഷിത്തിനോട് പറയുവാൻ സഭയിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് സർവ്വദേവന്മാരും അമൃതകുംഭവും എടുത്ത് സഭയിലേക്ക് കടന്നു വരികയുണ്ടായി. സ്വന്തം കാര്യം നേടുന്നതിൽ സമർത്ഥരായ ദേവന്മാർ ഈ അമൃതിനെ പരീക്ഷത്തിന് നൽകിയിട്ട് ഭാഗവത കഥയെ ഞങ്ങൾക്ക് നൽകൂ എന്ന് ശ്രീശുകമുനിയോട് അപേക്ഷിച്ചു. പക്ഷേ ശ്രീശുകൻ ദേവന്മാർക്ക് ഭാഗവതജ്ഞാനം നൽകിയില്ല. അമൃത് എവിടെ കിടക്കുന്നു, പുണ്യം നിറഞ്ഞ ഭാഗവതം എവിടെ കിടക്കുന്നു? രണ്ടും തമ്മിൽ കാക്കപ്പൊന്നും ദിവ്യരത്നവും തമ്മിലുള്ള അന്തരമുണ്ട്. പ്രകാരം ചിന്തിച്ച് ശ്രീശുകൻ ദേവന്മാരെ നോക്കി മന്ദഹസിച്ചു. ദേവന്മാർ യഥാർത്ഥ ഭക്തന്മാരല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭാഗവതം അവർക്ക് നൽകാത്തത്. ശ്രീമദ് ഭാഗവതം ദേവന്മാർക്കു കൂടി ദുർലഭമാണ്. പരീക്ഷിത്ത് ഭാഗവത ശ്രവണം കൊണ്ട് മോക്ഷം പ്രാപിച്ചത് കണ്ട് ബ്രഹ്മാവ് പോലും അത്ഭുതപ്പെട്ടു പോവുകയുണ്ടായി. സത്യലോകത്ത് വെച്ച് അദ്ദേഹം മോക്ഷത്തിന് ഉപയുക്തമായ സർവ്വതും തൂക്കി നോക്കുകയുണ്ടായി. ഭാഗവതത്തെ അപേക്ഷിച്ച് മറ്റുള്ളതെല്ലാം തുച്ഛമാണെന്ന് കണ്ട് അവിടെയുണ്ടായിരുന്ന ഋഷിമാർ അടക്കമുള്ളവർ അത്ഭുതപ്പെട്ടുപോയി. ഭാഗവത പുരാണം ഭഗവാന്റെ സ്വരൂപം തന്നെയാണെന്ന് അവർ നിശ്ചയിച്ചു. ഈ ശാസ്ത്രത്തെ പഠിക്കുകയോ ശ്രവിക്കുകയോ ചെയ്താൽ വൈകുണ്ഠപ്രാപ്തി സിദ്ധിക്കുമെന്ന് അവർ മനസ്സിലാക്കി. കൃപാനിധികളായ സനകാദി മുനീന്ദ്രന്മാരാണ് ഭാഗവത സപ്താഹശ്രവണം മുക്തിപ്രദമാണെന്ന് നാരദമുനിയോട് പറഞ്ഞത്. നാരദമുനിക്ക് ഭാഗവതജ്ഞാനം പിതാവായ ബ്രഹ്മാവിൽ നിന്ന് സിദ്ധിച്ചിട്ടുണ്ടെങ്കിലും സപ്താഹശ്രവണ വിധി സനകാദികളിൽ നിന്നാണ് അദ്ദേഹം ഗ്രഹിച്ചത്. ശൗനകൻ ചോദിക്കുകയാണ്, ലോകകാര്യങ്ങളിൽ ഇടപെടാത്തവനും ഒരിടത്തും സ്ഥിരമായി നിൽക്കാത്തവനുമായ നാരദമുനി എങ്ങനെയാണ് സനകാദി മുനികളെ കണ്ടുമുട്ടിയതും സപ്താഹ ശ്രവണവിധി ഗ്രഹിച്ചതെന്നും അവിടുന്ന് പറഞ്ഞു തരയണമേ. സൂതൻ മറുപടി പറയുകയാണ്, ഹേ മുനിമാരെ, ശിഷ്യനെന്ന ഭാവത്തിൽ ശുകമഹർഷി എനിക്ക് ഉപദേശിച്ചതും രഹസ്യം നിറഞ്ഞതും ഭക്തിയുക്തവുമായ ആ ചരിതത്തെ ഞാൻ പറഞ്ഞു തരാം. പണ്ട് അത്യന്തം നിർമ്മലമായ അന്ധക്കരണത്തോടുകൂടിയ സനകാദി മുനീന്ദ്രന്മാർ 4 പേരും കൂടി വിശാലപുരിയിൽ, അതായത് ബദരികാശ്രമത്തിൽ, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ബദ്രീനാഥിലാണ് ഈ ആശ്രമം, സത്സംഗതനായി വന്നു ചേർന്നു. അവിടെ വെച്ച് അവർ നാരദമുനിയെ ദർശിക്കുകയുണ്ടായി. അവർ നാരദമുനിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി പറയുന്നത്. സനകാദികൾ ചോദിക്കുകയാണ്, അല്ലയോ ബ്രഹ്മൻ, അങ്ങയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. അങ്ങ് എന്തിനെക്കുറിച്ച് ഓർത്താണ് ഇത്രമാത്രം ദുഃഖിക്കുന്നത്? അങ്ങ് എവിടേക്കാണ് ഇത്ര ബന്ധപ്പെട്ടു പോകുന്നത്? അങ്ങിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്?
സമ്പത്തെല്ലാം നശിച്ച മനുഷ്യനെപ്പോലെ അങ്ങയുടെ ചിത്തം എന്താണ് ഇങ്ങനെ ശൂന്യമായിരിക്കുന്നത്? യാതൊന്നിലും യാതൊരു സംഘവുമില്ലാത്ത അങ്ങയ്ക്കിത് ഒന്നുകൊണ്ടും ഉചിതമല്ല. അങ്ങയുടെ ദുഃഖത്തിൻ്റെ കാരണം ഞങ്ങളോട് പറഞ്ഞാൽ. ഇത് കേട്ട് നാരദൻ പറഞ്ഞ മറുപടി നമുക്ക് അടുത്ത ഭാഗം കേൾക്കാം. നന്ദി, നമസ്കാരം.